ഫുട്ബോൾ തോൽവികൾ പലപ്പോഴും സ്കോർ ബോർഡിൽ അവസാനിക്കാറില്ല. ചില മത്സരങ്ങൾ അവസാന വിസിൽ മുഴങ്ങിയ ശേഷമാണ് യഥാർത്ഥ ചർച്ചകൾ ആരംഭിക്കുന്നത്. അർജന്റീനയ്ക്കെതിരായ മത്സരത്തിനു ശേഷം ഈജിപ്ത് ദേശീയ ടീമിന്റെ പരിശീലകൻ ഹസ്സാം ഹസൻ നടത്തിയ പ്രതികരണം അത്തരമൊരു വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയത്. തന്റെ ടീമിന് അനീതി സംഭവിച്ചുവെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. അതേസമയം ഈ ആരോപണങ്ങളെ പിന്തുണക്കുന്ന ഔദ്യോഗിക തെളിവുകൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹസ്സാം ഹസന്റെ വിലയിരുത്തലിൽ മത്സരത്തിൽ ഈജിപ്ത് വളരെ മികച്ച രീതിയിലാണ് കളിച്ചത്. അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും പ്രതിരോധം സംഘടിപ്പിക്കുന്നതിലും മത്സരത്തിന്റെ താളം നിയന്ത്രിക്കുന്നതിലും തന്റെ ടീം പിന്നിലായിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ കൂടുതൽ അർഹത ഈജിപ്തിനായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷെ ഫുട്ബോളിൽ മികച്ച പ്രകടനം മാത്രം എല്ലായ്പ്പോഴും വിജയമായി മാറണമെന്നില്ല. ചെറിയ പിഴവുകൾ, നിർണായക നിമിഷങ്ങളിലെ തീരുമാനങ്ങൾ, അവസരങ്ങൾ മുതലാക്കാനുള്ള കഴിവ് എന്നിവയാണ് പലപ്പോഴും ഫലം നിർണ്ണയിക്കുന്നത്. മത്സരത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഹൊസാം ഹസൻ കൂടുതൽ ഗുരുതരമായ ഒരു ആരോപണവും ഉന്നയിച്ചു. വലിയ താരങ്ങളുടെ സാന്നിധ്യവും വാണിജ്യ താൽപര്യങ്ങളും പലപ്പോഴും ടൂർണമെന്റുകളെ സ്വാധീനിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ലയണൽ മെസ്സിയെ പോലുള്ള ലോക പ്രശസ്ത താരങ്ങൾ അവസാന ഘട്ടം വരെ ടൂർണമെന്റിൽ തുടരുന്നത് സംഘാടകർക്കും സ്പോൺസർമാർക്കും കൂടുതൽ സാമ്പത്തിക നേട്ടം നൽകുമെന്ന വാദവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ ആരോപണമാണ്. ഇതിനെ സാധൂകരിക്കുന്ന ഔദ്യോഗിക തെളിവുകളോ സ്ഥിരീകരണങ്ങളോ നിലവിൽ ലഭ്യമല്ല. ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം ഉയർന്നത്. ആധുനിക ഫുട്ബോളിൽ ഇന്ന് ഒരു കായിക മത്സരം മാത്രമല്ല, കോടിക്കണക്കിന് ഡോളറുകളുടെ വാണിജ്യ മേഖലയുമാണ്. ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെന്റുകളിൽ ടെലിവിഷൻ സംപ്രേഷണാവകാശം, സ്പോൺസർഷിപ്പ്, ടിക്കറ്റ് വിൽപ്പന, പരസ്യ വരുമാനം എന്നിവയ്ക്ക് വലിയ സാമ്പത്തിക മൂല്യമുണ്ട്. അതുകൊണ്ടാണ് ആരാധകർ പലപ്പോഴും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ സംശയങ്ങളും ആരോപണങ്ങളും മാത്രം ഒരു സംഭവത്തെ സത്യമാക്കുന്നില്ല. വ്യക്തമായ തെളിവുകളാണ് അന്തിമ വിലയിരുത്തലിന് അടിസ്ഥാനം. മറ്റൊരു വശത്ത് നോക്കുമ്പോൾ അർജന്റീനയെ പോലുള്ള ലോകാന്തര ടീമുകൾ സമ്മർദ്ദമുള്ള മത്സരങ്ങളിൽ അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ വർഷങ്ങളുടെ അനുഭവമുള്ളവരാണ്. ഒരു മത്സരം മുഴുവൻ ആധിപത്യം പുലർത്താത്ത ദിവസങ്ങളിലും ഫലം സ്വന്തമാക്കാൻ കഴിയുന്നതും അവരുടെ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ മത്സരഫലം മാത്രം കണ്ടിട്ട് അനീതിയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ ഫുട്ബോൾ ആരാധകർ രണ്ടായി പിരിഞ്ഞിരിക്കുകയാണ്. ഒരു വിഭാഗം ഹൊസാം ഹസന്റെ നിരാശ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. മറ്റൊരു വിഭാഗം തെളിവുകളില്ലാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും അഭിപ്രായപ്പെടുന്നു. ഇരുവാദങ്ങൾക്കും പിന്നിൽ വികാരങ്ങളുണ്ട്. എന്നാൽ ഫുട്ബോളിന്റെ വിശ്വസ്തത നിലനിർത്തണമെങ്കിൽ എല്ലാ ആരോപണങ്ങളും വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അവസാനമായി ഒരു കാര്യം പറയാം. ഈ മത്സരം അവസാനിച്ചിരിക്കാം, പക്ഷെ അതിനുശേഷമുള്ള ചർച്ചകൾ ഇപ്പോഴാണ് ശക്തമാകുന്നത്. ഹൊസാം ഹസന്റെ ആരോപണങ്ങൾക്ക് ഫിഫയോ ടൂർണമെന്റോ സംഘാടകരോ പ്രതികരിക്കുമോ, അല്ലെങ്കിൽ ഇത് മത്സരാനന്തര നിരാശയായി മാത്രം വിലയിരുത്തപ്പെടുമോ എന്നത് വരും ദിവസങ്ങളിലാണ് വ്യക്തം. അതുവരെ ഈ വിഷയം ഫുട്ബോൾ ലോകത്തെ പ്രധാന ചർച്ചകളിലൊന്നായി തുടരുമെന്നതിൽ സംശയമില്ല. നിങ്ങൾ ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക.